പെരിയ കമ്മികൾക്ക് ലണ്ടനിലുമാകാം. നിങ്ങളിൽ പലരും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു കാണും. CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഇക്കഴിഞ്ഞ 8-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ്. ഇതിൻ്റെ ക്യാപ്ഷൻ ഇപ്രകാരമാണ്: മകൾ വന്ദനയുടെ ഗ്രാജുവേഷൻ സെറമണി അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് യോർക്ക് UK. ഒരു കാര്യം ഓർത്തപ്പോൾ വളരെ സന്തോഷം തോന്നി. അന്തംഗമ്മികൾ മരിച്ചു മുടിച്ച് കുളമാക്കിയ ഈ നാട്ടിൽ നിന്ന് ഇവിടെ നിന്നാൽ മകളുടെ ഭാവി അവതാളത്തിലാകുമെന്ന് മനസ്സിലാക്കി നേതാവ് നല്ലൊരു ഒന്നാന്തരം ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യത്ത് പോയി ക്യാപിറ്റേഷൻ കൊടുത്ത് സീറ്റ് ഒപ്പിച്ച് ഗ്രാജുവേറ്റ് ആക്കിയല്ലോ എന്നോർത്ത്. കമ്മ്യൂണിസ്റ്റുകാരനായാൽ ഇങ്ങനെ വേണം. ക്യാപിറ്റലിസ്റ്റുകളെ ബൂർഷ്വാസികൾ എന്ന് വിളിച്ച് കളിയാക്കി എന്നിട്ട് അവരുടെ മക്കളെ അവിടെ തന്നെ വിട്ടുപഠിപ്പിക്കണം. അങ്ങനെയാവണം അന്തസ്സുള്ള ഒരു അന്തംഗമ്മി. ITV ന്യൂസിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത കൊടുത്തിരുന്നു. അതിൻ്റെ തലക്കെട്ട് പ്രകാരമായിരുന്നു: പ്രത്യയശാസ്ത്ര വെല്ലുവിളി, ജനങ്ങളെ വലിപ്പിക്കുവാൻ കമ്മ്യൂണിസവും പോക്കറ്റ് വീർപ്പിക്കുവാൻ ക്യാപിറ്റലിസവും. അതിനു മുമ്പും ഞങ്ങളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. കമ്മികളുടെ ജീവിത സാക്ഷ്യം വെച്ച് പറയുമ്പോൾ ജനങ്ങളെ പറ്റിക്കുവാൻ കമ്മ്യൂണിസവും ജീവിക്കുവാൻ ക്യാപിറ്റലിസവുമാണ് ബെസ്റ്റ് എന്ന്. ഇത് കണ്ട് കുറേ അന്തംഗമ്മികൾ കുരുപൊട്ടി ഞങ്ങളെ വിളിച്ചിരുന്നു. എന്തിന്? തെറി വിളിക്കാൻ. എറണാകുളം CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ ഫോട്ടോകളാണ് അവർക്കുള്ള മറുപടി. അവർക്ക് സംശയമുണ്ടെങ്കിൽ മോഹനൻ സഖാബിനോട് ചോദിച്ചോട്ടെ. ഇറങ്ങി വട എന്ന് വിളിക്കുമ്പോൾ പട്ടികളെ പോലെ ഇറങ്ങിപ്പോയി അടികൊള്ളാനും, പാർട്ടി കൊട്ടേഷൻ പണിക്ക് പോയി പിടിക്കപ്പെട്ട് അകത്ത് കിടക്കുവാനും, ചെടിച്ചട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തുവാനും, സമരം വിളിക്കുവാനും, പൊതുമുതൽ നശിപ്പിച്ച് ജയിലിൽ കിടക്കുവാനും നിങ്ങളുടെ മക്കൾ പോകുമ്പോൾ ഇവർ കോടികൾ മുടക്കി ഇവരുടെ മക്കളെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അയച്ച് പഠിപ്പിച്ച് മിടുക്കരാക്കി അവർ അവിടെ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നു. സഹാബിനോട് പറയുവാനുള്ളത്, ഇവിടെ വരുമ്പോഴും ഈ കോലത്തിൽ നടക്കണമെന്നാണ്. സായിപ്പിന്റെ നാട്ടിലെത്തുമ്പോൾ മാത്രം കളസമിടുകയും ഇന്ത്യയിലെത്തുമ്പോൾ കൈലിമുണ്ടും പാളക്കരയും നിക്കറിടുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ദയവായി അങ്ങ് നിർത്തണം. കാരണം അങ്ങേക്ക് സൂട്ടും കോട്ടുമാണ് ബെസ്റ്റ്. പിന്നെ ആ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന സാധനം കേമമാണ്. പക്ഷെ അത് അവിടെ തന്നെ കെട്ടേണ്ട സാധനമാണോ എന്ന് കടക്കാരനോട് ഒന്നുകൂടി ചോദിക്കണം. ഇനി അടുത്ത വിഷയത്തിലേക്ക്. കമ്മ്യൂണിസം പണി കഴിഞ്ഞ് മടുത്ത് തളർന്നു കിടന്നുറങ്ങുമ്പോൾ അതിഭീകരനായ ക്യാപിറ്റലിസത്തിലുണ്ടായ അഭീത സന്താനമാണ് അന്തംഗമ്മി പ്രസ്ഥാനമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മനഃശാസ്ത്രജ്ഞർ വേറൊരു പണിയും ഇല്ലാതിരുന്നത് കൊണ്ട് ഈ അടുത്ത കാലത്ത് ചുമ്മാ ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന കാര്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന കൂട്ടർ 2 കൂട്ടരുണ്ടെന്നാണ്. അതിലൊന്ന് അന്തംഗമ്മികൾ. കാരണം ശതകോടികൾ ഉണ്ടാക്കി അറയിലും നിലയിലും വെച്ച് പൂട്ടി ബിനാമികളിലും വിദേശ ബാങ്കുകളിലും നിക്ഷേപിച്ച് ഇവിടെ കൂറ വെള്ളമുണ്ടും ഷർട്ടുമിട്ട് വൈകിട്ട് 6 മണി വരെ ദാരിദ്ര്യം നടിക്കേണ്ടുന്ന ആ മാനസികാവസ്ഥ. വൈകിട്ട് 6 കഴിഞ്ഞാൽ മുന്തിയ ബാറുകളിൽ ഹോസ്റ്റൽ കിട്ടുന്ന സ്വീറ്റിലിരുന്ന് ചർച്ച, അളിയ 1000 ഏക്കർ ഫാം ഹൗസ് തുടക്കുവാൻ പറ്റുന്ന സ്ഥലം വലുതും കസ്റ്റഡിയിലുണ്ടോ എന്നൊക്കെയാണ്. വീണ്ടും രാവിലെ 6 മണിയാകുമ്പോൾ ഡേ ബക്കറ്റ് വിരുവിൻ്റെ കാര്യം എന്തായി, കൊണ്ടുപോയ രസീത് കുറ്റിയൊക്കെ എന്തായി എന്നായി. ഇതിൽ നിന്നൊക്കെ അല്പം മോചനം കിട്ടുവാനായാണ് വിറ്റകൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്. പോകുമ്പോൾ ചേരാത്ത കളസവും വലിച്ചു കയറ്റിയിട്ട് കോമാളിത്തരവും കാണിച്ച് ഫോട്ടം പിടിച്ച് നാട്ടുകാരെ കാണിക്കാൻ ഇടുന്നത്. നാട്ടുകാരെ ഞാൻ പഴയ കാവറുക്കിയല്ല, ഇപ്പോൾ മുടിഞ്ഞ സെറ്റപ്പിലായെന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഈ ഫോട്ടോ ഇടുന്ന ആചാരം പെരിയ കമ്മികൾ തുടങ്ങി വെച്ചത്. കാരണം നാട്ടിൽ തങ്ങളെ ആരും ഒരു വിലയും മതിക്കുന്നില്ല എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഇക്കാര്യം ഉടലെടുത്തത്. പക്ഷേ ഇത് കണ്ട മലയാളികൾ പറയും, ഡേ നീ ഏത് നാട്ടിൽ പോയാലും ഏത് കോലം കെട്ടി നിന്നാലും ആരോടൊപ്പം നിന്നാലും നീ പണ്ട് ചാരത്തിൽ കിടന്നുകൊണ്ട് കാബർക്കി നടന്ന മോനല്ലടേ, റിയൽ എസ്റ്റേറ്റ് മാഫിയയും മയക്കുമരുന്ന് മാഫിയയും വരട്ടി ഈ കോലം കെട്ടി നിന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന്. രണ്ടാമത്തെ കൂട്ടർ ആരാണെന്നല്ലേ? പാതിരിപ്പാമ്പുകൾ. കയ്യിലിട്ടം പോലെ പണം, ഇടപഴകുവാൻ നിരവധി സുന്ദരികൾ, എല്ലാത്തിനും ധാരാളം അവസരം, എന്നാൽ ഒന്നും പറ്റില്ല. അയഞ്ഞ കുപ്പായവും ഇടയ്ക്കൊരു ഇടക്കെട്ടും ഉള്ളതുകൊണ്ട് ആരും ഒന്നും അറിയുന്നില്ല എന്ന് മാത്രം. കാരണം ഉള്ളിൽ പഴയ കൂറ സ്വഭാവമാണ് കിടക്കുന്നത്. പക്ഷേ മാന്യനായി അഭിനയിക്കണം. ആ മാനസിക സമ്മർദ്ദം ഒന്ന് ഓർത്തു നോക്കി. ഉള്ളിലെ കൂറ വേഴ്സസ് പാതിരി. ഈ മാനസിക സമ്മർദ്ദമുണ്ടല്ലോ, ഇടുക്കി ഡാമിൻ്റെ ഭിത്തിയേക്കാൾ കട്ടിയുണ്ടെങ്കിലേ ഈ സമ്മർദ്ദത്തെ അതിജീവിക്കുവാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇടയ്ക്ക് അണപൊട്ടി ഒഴുകാറുള്ള ഒരു പാതിരി എന്നോട് പറഞ്ഞത്. പക്ഷേ അന്തംഗമ്മികൾക്ക് അങ്ങനൊന്നുമില്ല. പോരാൽ പോകട്ടം പോടാ എന്നതാണ് സ്റ്റൈൽ. തെണ്ടിപ്പൊങ്ങച്ചം കാണിച്ച് അന്തംഗമ്മികളെ നാറ്റിച്ചേ എന്ന് പറഞ്ഞ് എറണാകുളത്തെ ഒരു CITU നേതാവിനെ കഴിഞ്ഞിടയിൽ പുറത്താക്കിയിരുന്നു. ഓർമ്മയുണ്ടല്ലോ? സഹാബ് CK അനിൽകുമാർ. തൊഴിലാളി സഖാവ് മേടിച്ച മിനി കൂപ്പറിന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിനാണ് എടുത്ത് അയ്യത്ത് കളഞ്ഞത്. ഏതായാലും
മോഹനൻ സഹാബിനെതിരെ അങ്ങനെ ഒരു നടപടി വരികയില്ല എന്ന് സഹാബിന് നന്നായി അറിയാം. കാരണം സഹാബ് ഗുലാന്റെ ആളാണ്. ഇപ്പോൾ പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും പാർട്ടി സെക്രട്ടേറിയറ്റും മുഴുവനായി ഇറങ്ങിക്കിടന്ന് തൂറി മെഴുകി നിൽക്കുന്ന ഒരു മകളെ കുളിപ്പിച്ച് പൗഡർ ഇടിപ്പിക്കുവാൻ കിടന്ന് പെടാപ്പാട് കിട്ടുകയാണ്. കണ്ടല്ലോ. അപ്പോൾ അന്തംഗമ്മികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അടികൊള്ളാൻ നീയും നിന്റെ മക്കളും ആസ്വദിച്ച് ആർമാദിച്ച് ജീവിക്കുവാൻ പെരിയ കമ്മികളും അവരുടെ മക്കളും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പെരിയ കമ്മികൾക്ക് അടുപ്പിലുമാകാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.